മനുഷ്യന് വേണ്ടുന്നതെല്ലാം തന്നെ ദൈവം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തില. അപ്പോൾ ദൈവത്തിൻ്റെതായ ഇമേജ് എല്ലാം ഇവിടെ ഉള്ളത് കൊണ്ടാണ് നാം ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. അല്ലാതെ ചിലർ അവകാശപ്പെടുന്നത് പോലെ പ്രപഞ്ചം ഏതോ സ്ഫോടനത്തിൽ കൂടെ ഉണ്ടായതല്ല. അത് ഒരു സൃഷ്ടിതാവുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയിലുള്ള പല വസ്തുക്കളെ കണ്ട് അനുകരിച്ചിട്ടാണ് അത് പലതും ഉണ്ടാക്കിയത്. പക്ഷികൾ പറക്കുന്നത് നോക്കിയിട്ടാണല്ലോ മനുഷ്യൻ വിമാനമുണ്ടാക്കിയതും. പക്ഷിയെപ്പോലെ പറക്കാൻ ശ്രമിച്ചതാണല്ലോ, പെട്ടെന്നൊരു നാളിലല്ല. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ അനുകരിച്ച് അത് കമ്പ്യൂട്ടറിൽ കൂടെ ഡിസൈൻ ചെയ്ത് അനുകരിച്ച് അത് ശാസ്ത്രീയമായി പലതും സൃഷ്ടിക്കുന്നതിൻ്റെ ശാസ്ത്രശാഖയാണ് ബയോണിക്സ്. അത് നമുക്കറിയാം. അത് ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രഭാഗമാണ് ബയോണിക്സ്. അപ്പോൾ ബയോണിക്സ് മനുഷ്യൻ സൃഷ്ടിച്ചുവെങ്കിലും ബയോണിക്സിലേക്ക് എത്തിയ ശാസ്ത്രശാഖ മനുഷ്യനിൽ കൂടെ ദൈവം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഒരു സൃഷ്ടിതാവ് ഉണ്ട്. ഈ ഭൂമിയിലുള്ള പല വസ്തുക്കളുടെയും ആധുനിക കാലത്തെ ഉപജ്ഞാതാവ് മനുഷ്യരാണെങ്കിലും ഇതിൻ്റെ ആകമൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സൃഷ്ടിതാവുണ്ട്. അതാണ് ദൈവമെന്നോ ശക്തിയെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒന്ന്. അതുകൊണ്ട് ദൈവമില്ലെന്നോ പ്രപഞ്ചത്തെ താനേ ഉളവായിരുന്നോ ഒരു മഹാവിസ്ഫോടനത്തിലുണ്ടായെന്നൊക്കെ പറയുമ്പം കേൾക്കാൻ വളരെ സുഖമാണെങ്കിലും കൃത്യമായി ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനും മറ്റും എല്ലാത്തിനും കൃത്യമായ രൂപവും ഭാവവും ഉണ്ടായത് അടിസ്ഥാനം എന്താണ്? വിസ്ഫോടനത്തിലാണോ? ഈ പ്രപഞ്ചങ്ങളിലെ ഗ്രഹങ്ങളെല്ലാം തന്നെ നിശ്ചിത രൂപത്തിലാണ്. ഒന്ന് ചതുരത്തിലും ഒന്ന് വൃത്തത്തിലും ഒന്ന് ദീർഘവൃത്തത്തിലും ഒന്ന് ത്രികോണത്തിലൊന്നും അല്ല. പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും കൃത്യമായ അകലത്തിൽ കൃത്യമായി ചലിക്കുന്നു. ഒന്നിൻ്റെ സ്പീഡ് കൂടുന്നില്ല, കുറയുന്നില്ല. കുറഞ്ഞാലും പ്രശ്നം, കൂടിയാലും പ്രശ്നം. ഇതൊക്കെ നിലവിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കെ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ലെന്നും അത് മഹാവിസ്ഫോടനത്തിലുണ്ടായെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം എന്നല്ലാതെ എന്ത് പറയേണ്ടു. ആകയാൽ ഇത് എൻ്റെ ചാനൽ ആമിനോസ് ലൈക്കും ഷെയറും ചെയ്യുക. ഇത് ഷോർട്ടാണെങ്കിലും വലിയ മറ്റു കാര്യങ്ങളും പലതും ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുക, ലൈക്കും ഷെയറും ചെയ്യുക.